വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം ആവർത്തന പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യോശുവ 7 അധ്യായം 1 വാക്യം. ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹൂദ ഗോത്രത്തിലെ കർമ്മിയുടെ മകനായിരുന്നു ആഖാൻ. ഈ പേരിൻ്റെ അർത്ഥം പ്രയാസം അഥവാ ക്ഷോഭം എന്നാണ്. ഇസ്രായേൽ ജനം യോശുവയുടെ നേതൃത്വത്തിൽ എരിഹോ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് യോശുവയുടെ പുസ്തകം 7 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എരിഹോ പിടിച്ചടക്കിയ ഇസ്രായേല്യർക്ക് തുടർന്ന് അതിഭയാനകമായ ഒരു പരാജയം സംഭവിക്കുന്നു. അവിടെയാണ് നമ്മൾ ആഖാനെ കാണുന്നത്. ഇസ്രായേലിലെ ജനത്തെ മുഴുവൻ കളങ്കപ്പെടുത്തിയ വ്യക്തിയായിത്തീരുന്നു ആഖാൻ. ആഖാന്റെ സ്വഭാവ രീതികൾ എപ്രകാരമായിരുന്നു എന്നാണ് ഇന്ന് നാം അല്പമായി ചിന്തിക്കുവാനായി പോകുന്നത്. ഒന്നാമതായിട്ട്, പാപത്തിന് വശംവദനാകുന്ന ആഖാൻ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിൽ ഉണ്ടാകുന്ന തകർച്ചയാണ് പാപം. അങ്ങനെയെങ്കിൽ എരിഹോ പട്ടണം പിടിച്ചടക്കുന്ന ദിവസം ദൈവം ഇസ്രായേല്യരോട് ഇപ്രകാരം പറയുന്നു: ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു എന്ന്. കാരണം യഹോവയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ശപഥാർപ്പിത വസ്തു. ലേവ്യ പുസ്തകം 27 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ പറയുന്നു: ശപഥാർപ്പിതമായതൊക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധമാകുന്നു എന്ന്. എരിഹോ പട്ടണം പിടിച്ചടക്കുമ്പോൾ അവിടുത്തെ മുഴുവൻ വസ്തുക്കളും ശപഥാർപ്പിതമായി വേർതിരിക്കണം എന്നതായിരുന്നു ദൈവിക കൽപ്പന. എന്നാൽ ആ ഉടമ്പടി ആഖാൻ തകർക്കുന്നു. ആരും അറിയാതെ ശപഥാർപ്പിത വസ്തുവിൽ നിന്നും, അതായത് അവർ പിടിച്ചെടുത്ത എരിഹോ പട്ടണത്തിൽ നിന്നും വിശേഷമായൊരു ബാബിലോണ്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്ത് കൂടാരത്തിൻ്റെ നടുവിൽ കുഴിച്ചിട്ടു. ഏദനിലെ പാപം ഇവിടെയും തുടരുന്നതായിട്ട് നമുക്ക് കാണാം. പാപം ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നു. അരുതാത്തത് മോഹിക്കുന്നതും പാപമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ആഖാൻ പാപത്തിൻ്റെ അതിഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് ആണ്ടുപോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പകരമെന്ന് തോന്നുന്ന പാപത്തിൻ്റെ അതിഭയാനകമായ അവസ്ഥയിൽ നിന്നും ഒരു ദൈവ പൈതൽ ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, പാപം കുടുംബത്തെ തകർക്കുന്നു. ആഖാന്റെ പാപം ആഖാന് മാത്രമല്ല, ആ കുടുംബത്തിലാകെ നാശം വിതയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആഖാന്റെ പുത്രന്മാർ, പുത്രിമാർ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവൻ താഴ്വരയിലേക്ക് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുന്നുണ്ട്. അങ്ങനെ ശപഥാർപ്പിത വസ്തു ഒളിപ്പിച്ചു വെച്ചതിനാൽ ആഖാനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞ് കൊന്നു. എന്നാൽ ഈ ശിക്ഷ നടത്തിയ താഴ്വരയ്ക്ക് അങ്ങനെ ആഖോർ താഴ്വരയെന്നും പേരുണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വസ്തുവകകളെല്ലാം തീയിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവജനം വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധി പാലിക്കണം. ഈ പകൽക്കാലം എൻ്റെയും നിങ്ങളുടെയും പാപവഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിയുക. ദൈവവുമായുള്ള ബന്ധത്തിലും സഹജീവികളുമായുള്ള ബന്ധത്തിലും വന്നുപോയ തകർച്ചകളെ സങ്കടപൂർവം നമുക്ക് ഏറ്റുപറയാം. യേശു കർത്താവിൻ്റെ രക്തത്തിലൂടെ പാപമോചനം പ്രാപിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പാപ സ്വഭാവങ്ങൾക്ക് വശംവദരാകാതെ വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.